സർക്കാർ ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ വരുന്നു. സെപ്റ്റംബർ 1 മുതൽ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് പുതിയ നീക്കത്തിന് പിന്നിൽ? ദിവ്യ, സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ആശുപത്രികളിലും കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തന്നെ ഓൺലൈൻ OP രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ക്യൂ നിൽക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് QR കോഡ് മുഖാന്തരം ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയത്. എന്നാൽ ഇത് മുതിർന്ന പൗരന്മാർക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാനത്തെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ഈ തുടങ്ങിയ ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്ക് ക്യൂ നിൽക്കാതെ പ്രത്യേക OP കൗണ്ടർ സെപ്റ്റംബർ 1 മുതൽ നടപ്പിലാക്കും എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും OP ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സൗകര്യം ഓൺലൈൻ ആക്കിയിരുന്നു. ഓൺലൈൻ ആക്കിയപ്പോൾ പോലും മുതിർന്ന പൗരന്മാർക്ക് ഈ ഓൺലൈൻ സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത്തരം വരുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക OP കൗണ്ടർ ആരംഭിക്കുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം, നമ്മളടക്കം ആളുകൾ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പ്രായമായ ആളുകളടക്കം പുറകിൽ നിന്ന് ക്യൂ നിന്ന് നീണ്ട നിരയിൽ, നമുക്ക് രാവിലെ 6 മണി മുതൽ ഏതാണ്ട് 10 മണി വരെ ഇങ്ങനെ നീണ്ട നിരയിൽ ക്യൂ നിന്നുകൊണ്ട് അവസാനത്തെ ഒരു ടോക്കൺ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചീട്ടെടുക്കാൻ വേണ്ടി നിൽക്കുന്ന മുതിർന്ന പ്രായമായ ആളുകളെ അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്യൂ കൗണ്ടർ ഒരുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളെല്ലാം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ സെപ്റ്റംബർ 1 മുതൽ നടപ്പിലാക്കും എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ വരികയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.